ശരി, ശ്രീ ബി എൻ ഹസ്കർ, ഇവിടെ മറ്റ് കൊലപാതക കേസുകൾ എടുക്കൂ. കഴിഞ്ഞ ദിവസമാണ് പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ വിധി വന്നത്. അതിൽ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, വളരെ പ്രധാനപ്പെട്ട മുൻ MLA അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതിയായത് നമ്മൾ കണ്ടു. കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയത് നമ്മൾ കണ്ടു. ഇന്നിപ്പോ ആ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കൾക്ക് പരാതി കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. 5 കൊല്ലം മുൻപ് ഈ 2 കുട്ടികളെ കൊന്നതിന് ശേഷം ഇപ്പോഴും അവരെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ്. ഇപ്പോൾ കൊലപാതകങ്ങൾക്ക് വേണ്ടിയും കൊല്ലപ്പെട്ടവർക്കെതിരെയും പ്രചരിപ്പിക്കുന്ന ഒരു സംവിധാനം അവർ കണ്ട് ഞെട്ടിപ്പോവുകയാണ്. അതുപോലെയാണ് ഈ കൊലപാതകങ്ങളെ സംബന്ധിച്ചും. ഇപ്പോൾ ഇവർക്കൊക്കെ തണലൊരുക്കുന്ന, ഇവരൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സംരക്ഷിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാവുന്നത് ഇനിയും ചോര വീഴാനും ഇനിയും തലകൾ ഉരുളാനുമുള്ള ഇടയല്ലേ ഉണ്ടാക്കുക. അപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിക്കണം. ജനാധിപത്യത്തിൽ, രാഷ്ട്രീയത്തിൽ സംവാദങ്ങളാണ് വേണ്ടത് എന്ന നിലയിൽ ഒരു പരിഷ്കരണം ഉണ്ടാവാൻ. ഇപ്പൊ ജയിലിനെ കുറിച്ച് താങ്കൾ പരിഷ്കരണത്തിന്റെ വാക്കുകളാണല്ലോ പറഞ്ഞത്. ആ നിലയ്ക്ക് നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം പരിഷ്കരിക്കപ്പെടണമെങ്കിൽ ഇമാതിരി ഏർപ്പാടുകളൊക്കെ നിർത്തണ്ടേ? അഭിലാഷ്, നിശ്ചയമായും അത്തരം ഒരു പരിവർത്തനം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഒരാളെയും കൊല്ലാൻ പാടില്ല എന്നും ഒരാളും കൊല്ലപ്പെടാൻ പാടില്ല എന്നും എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നുമുള്ള ഉറച്ച ബോധ്യം വരുന്ന തരത്തിലേക്കുള്ള ഒരു മാനസിക പരിവർത്തനം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളുള്ള ഒരു പാർട്ടിയാണ്. എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ആശയങ്ങളെ കൊന്നു തീർക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തുകയും കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കോൺഗ്രസും ഉണ്ട്, BJP-യും ഉണ്ട്, RSSും ഉണ്ട്, മുസ്ലിം ലീഗും ഉണ്ട്, SDPI ഉണ്ട്. അങ്ങനെ നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാൽ കൊല ചെയ്യപ്പെടേണ്ടി വന്നിട്ടുള്ള നിർഭാഗ്യകരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന നിരവധി കുടുംബങ്ങൾ ഉള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് അവരെയൊക്കെ അടുത്തറിഞ്ഞ ആളുകൾ എന്ന നിലയിൽ നിശ്ചയമായും ഒരാൾ പോലും കൊല്ലപ്പെടാൻ പാടില്ലെന്ന് വിശ്വസിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. മാത്രമല്ല, നാം ജയിലുകളെ നോക്കിക്കാണുമ്പോൾ ജയിലുകളിൽ ഇപ്പോൾ പറയുന്നു ജയിൽ പുള്ളികൾക്ക് ഒരു തരത്തിലുമുള്ള സ്വാതന്ത്ര്യം ലഭിക്കരുത് എന്നുള്ള നിഷ്കർഷയും അത്തരം ചർച്ചകളും പൊതുസമൂഹത്തിനുള്ളിൽ തെറ്റായ സന്ദേശം നൽകും. ജയിൽവാസം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയും മാറ്റിമറിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കലാണ്. അവിടെ തൊഴിലെടുക്കാനുള്ള അവകാശമുണ്ട്. തൊഴിലെടുക്കുന്നതിന് അവർക്ക് അർഹമായ കൂലി ലഭിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ ഭക്ഷണത്തെ സംബന്ധിച്ച് നിയമപരമായി അവർക്ക് അവകാശമുണ്ട്. അതുപോലെ തന്നെയാണ് അവരുടെ വസ്ത്രങ്ങളെ സംബന്ധിച്ച് നിയമപരമായി അവർക്ക് അവകാശമുണ്ട്. അതേ അവകാശം തന്നെയാണ് അവർക്ക് അവധി ലഭിക്കുന്നതിനുള്ള അവകാശം. അതുപോലെ തന്നെ ജയിൽ ശിക്ഷയിൽ നല്ല നടപ്പിനെ തുടർന്ന് ജയിൽ ശുപാർശ കമ്മിറ്റികളുടെ അനുമതിയോടുകൂടി അവരെ ഒരുപക്ഷെ ശിക്ഷിക്കപ്പെട്ട കാലാവധിയിൽ കുറവ് ചെയ്യുന്നുള്ളതും അതും കുറ്റവാളികളുടെ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ അവകാശമാണ്. അപ്പോൾ അത്തരം അവകാശങ്ങളെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടി നാം പറയുമ്പോൾ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഇപ്പോൾ കൊടിസുനിയെ പോലുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് മനുഷ്യാവകാശം ലഭിക്കണ്ട എന്ന് വാശി പിടിക്കുന്നിടത്ത് അയാളുടെ അമ്മയ്ക്കൊരു മനുഷ്യാവകാശം ഉണ്ടെന്നും ആ അമ്മയുടെ ഹൃദയം കാണാനുള്ള സന്മനസ്, അവരുടെ മനസ്സ് കാണാനുള്ള സന്മനസ് പൊതുസമൂഹം കാണിക്കണം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അതിൽ കുറ്റവാളിയുടെ പ്രവൃത്തികൾ മൂലമല്ല, അയാൾ ചെയ്തിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള പ്രവൃത്തികളാണെങ്കിൽ പോലും അയാൾ തിരുത്തുന്നുണ്ടോ എന്നുള്ളതാണ് പൊതുസമൂഹം വീക്ഷിക്കേണ്ടത്. ആ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള മാനസികമായ പക്വത, തയ്യാറെടുപ്പുകൾ നിശ്ചയമായും ജയിലറകളിൽ കഴിയുന്ന ഓരോ തടവുകാരനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. തടവറകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, തടവറകളിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ബോധ്യം വരും. അങ്ങനെ വളരെ കുറഞ്ഞ അളവിൽ ഒരാഴ്ച പോലും ജയിൽവാസം അനുഭവിക്കാൻ കഴിയാതെ വരുന്ന, മാനസികമായി കഴിയാതെ വരുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം ആളുകളും. അപ്പോൾ തടവറ അങ്ങനെ സുഖവാസ കേന്ദ്രമൊന്നും അല്ലല്ലോ. അപ്പോൾ തടവറയ്ക്കുള്ളിൽ കിടക്കുന്ന ആ മനുഷ്യരുടെ അവകാശം, ഇത്തരത്തിൽ അവർക്ക് ലഭിക്കേണ്ട നിയമപരമായ ബാധ്യത കൂടി ഇല്ലാതാക്കുന്ന തരത്തിൽ ചർച്ചകൾ പോകുന്നത് ശരിയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പ്രതി ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽവാസം ഇരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ അമ്മ ഗുരുതരമായ ക്യാൻസർ രോഗം മൂലം ദീർഘകാലമായി ആശുപത്രിയിലായിരുന്നു. ഒരിക്കൽ പോലും അമ്മയെ കാണാൻ കഴിഞ്ഞില്ല. അമ്മ മരണപ്പെട്ടിട്ട് അമ്മയുടെ മുന്നിൽ ആ മൃതശരീരം കാണാൻ പോലും ജയിലധികൃതർ അനുവദിച്ചിരുന്നില്ല. ഒടുവിൽ ഈ ചടങ്ങിൻ്റെ ദിവസം മാത്രം വീട്ടിൽ കൊണ്ടുവരികയും ബന്ധുമിത്രാദികളുമായി സംസാരിക്കുകയും ഫോട്ടോയ്ക്ക് മുന്നിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം നേരിൽ കണ്ട ഒരാളാണ്. അപ്പോൾ അത്തരം ദുരന്തമുഖങ്ങൾ അനുഭവിക്കുന്ന നിരവധി ജയിൽ കുറ്റവാളികളുണ്ട്. അപ്പോൾ ആ കുറ്റവാളികൾക്കൊക്കെ തിരുത്താനുള്ള സാഹചര്യം നമ്മുടെ തടവറകളിൽ നടക്കുന്നുണ്ട് എന്നുള്ള വസ്തുത കൂടി മനസ്സിലാക്കണം. അതാണ് ലോകരാജ്യങ്ങൾ ആകമാനം എടുക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻസേഷണൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അങ്ങനെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്നത്
തെറ്റായ എല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്നു എന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണല്ലോ താങ്കളുടെ വാദം.